ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പം അത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഒരു സ്പൂണൊക്കെ അതിലെന്തോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിൽ ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല നെയ്യ്, ഏത് ബ്രാൻഡിൻ്റെ നെയ്യാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് നല്ല സോഫ്റ്റിനും പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. നിങ്ങൾ നെയ്യിൻ്റെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക. പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ നെയ്യും ഓയിലും പൊടിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഞാൻ 1/2 കപ്പ് വെള്ളം, നോർമൽ വാട്ടർ കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ സമൂസ ഓയിൽ കുടിക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മാറ്റി വെക്കുക. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അടച്ച് വെക്കണം. മാറ്റി വെക്കുമ്പോൾ എന്തായാലും അടച്ച് വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ മുകളിലിങ്ങനെ ഹാർഡായി പോവും. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അധിക സമയമൊന്നും കുഴക്കാണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി എടുത്തിട്ട് പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് മൈദപ്പൊടി തട്ടി കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ എനിക്ക് പരത്തിയിട്ട് ചെറിയതായിട്ട് 7 പൂരികൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ പൂരിൻ്റെ മുകളിലും നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഓയിൽ 1 സ്പൂൺ കൊണ്ട് ആക്കിയിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ മുകളിലും സൈഡിലൊക്കെ എല്ലാ സൈഡിലും ഓയിലായി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റായി കിട്ടില്ല, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഓരോ പൂരിൻ്റെ മുകളിലും കുറച്ച് മൈദപ്പൊടി ഒരു അരിപ്പയിലിട്ടിട്ട് അങ്ങനെ അത് തൂവി കൊടുക്കുക മുകളിലായിട്ട്. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുക. അങ്ങനെ ഒരു 3-4 മാക്സിമം 5 വരെ വെച്ചാൽ മതി. 5-ലധികം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി മുകളിലുള്ള അധികമുള്ള മൈദപ്പൊടിയെല്ലാം തട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ പരത്തുക. ഞാനിപ്പോൾ 4 എണ്ണമുള്ള ഒരട്ടിയും 3 എണ്ണമുള്ള ഒരട്ടിയാണ് എടുത്തത്. അപ്പോൾ അത് രണ്ടും പരത്തി കൊടുക്കുക. നന്നായിട്ട് ഏറ്റവും നിങ്ങൾക്ക് പറ്റുന്ന അത്ര തിന്നാക്കി പരത്തുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക. നല്ല തിന്ന് സമൂസ ഷീറ്റ് ഉണ്ടാവുക. പിന്നെ അത് പരത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ വേറെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കാണണം. നമ്മൾ പരത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആവും. അപ്പോൾ അതങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇനി ഇത് പരത്തി ഉടനെ തന്നെ ചൂടുകയും ചെയ്യാം. ചൂടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുക. ചെറുതായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്താൽ മതി, അതൊന്ന് ഉണങ്ങി പോവാതെക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളെ ചപ്പാത്തി മൈദൻ്റെ ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും, കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമോ നല്ല ഫ്ലെയിമുള്ള അടുപ്പാണെങ്കിൽ ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും നമ്മൾ നേരത്തെ ഓയിലാക്കി കഴിഞ്ഞാൽ ഇനി ഓയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ബ്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ അതാ ഓരോ ലെയറും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് തുടങ്ങിയാൽ നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഒന്ന് ചെറിയ ചൂടാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റി എടുക്കുക. ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ അതാ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂടിൽ ചെയ്യണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ലതുപോലെ ചൂടാറാനും വെയിറ്റ് ചെയ്യരുത്. ചെറിയ ചൂട് തന്നെ അതിങ്ങനെ പറിച്ചെടുക്കണം. സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി വിചാരിച്ചൊന്നും കുഴപ്പമില്ല, നമ്മൾ മുറിച്ച് ഒഴിവാക്കും. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ എല്ലാവരും ചുട്ടെടുക്കാൻ പറ്റും അടുപ്പത്തു നിന്ന് തന്നെ. ഇങ്ങനെ അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ സെപ്പറേറ്റ് ചെയ്യുക. പക്ഷേ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈ ചൂടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നല്ല ചൂടുണ്ടാവും. മറ്റേതാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചുട്ടെടുത്ത 7 ചപ്പാത്തിയും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കത് മുറിച്ചെടുക്കുക. സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിൽ, അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റായിട്ടാണെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ അതിനു വേണ്ടി ആദ്യം 4 സൈഡും ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിസ്സ കട്ടർ കൊണ്ടാണ് മുറിക്കുന്നത്. നിങ്ങൾ കത്തിയാണെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുക. എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അത് 2 സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി
എല്ലാ സൈഡും നമ്മൾ കുറച്ച് വലിപ്പം അധികമുള്ള വൃത്തിയില്ലാത്ത സൈഡുകളില്ല അങ്ങനെ വലുതും ചെറുതുമായി നിൽക്കുന്ന ഭാഗത്താണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ 4 സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മിഡിൽ കൂടെ കട്ട് ചെയ്താൽ സമൂസേൻ്റെ ഷീറ്റാവും. ഇപ്പോൾ മിഡിൽ കൂടെ കട്ട് ചെയ്യാതെ എടുത്ത് വെച്ചാൽ നമുക്കത് സ്പ്രിംഗ് റോൾ ഷീറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാ എനിക്ക് 14 സമൂസ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ്സ് കട്ട് ചെയ്തത് ഒഴിവാക്കണ്ട, അത് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാര പൊടിച്ചിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മടക്കിൻ്റെ ഒക്കെ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള സമൂസ ഷീറ്റ്സ് എല്ലാം ഫ്രീസറിൽ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ബോക്സിലോ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. സിപ്പ് ലോക്ക് കവറിലാക്കുമ്പോൾ ഇങ്ങനെ 2 ബാച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.